ഇന്ന് പുലർച്ചെയാണ് തിരുനെല്ലിയിൽ കുട്ടിയാനയെ ജനവാസ മേഖലയിൽ കണ്ടത്. പുലർച്ചെ തന്നെ രണ്ട് ആനകളുടെ, അമ്മയുടെയും കുട്ടിയുടെയും ആയിരിക്കാം, രണ്ടാനകളുടെ ശബ്ദം കേട്ടിരുന്നു എന്ന് ഒരു നാട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് വനമാണ്, അവിടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. രാവിലെയാണ് പിന്നീട് ഈ കുട്ടിയാനയെ കണ്ടത്. കടുവയോ മറ്റോ അങ്ങനെ ഏതെങ്കിലും ജീവിയുടെ ആക്രമണത്തിൽ കൂട്ടം തെറ്റിപ്പോയതാണ് ഈ ആനക്കുട്ടി. അങ്ങനെ ജനവാസ മേഖലയിൽ എത്തി എന്നതാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരം. ആനയ്ക്ക് ചെറിയ പരിക്കും ഏറ്റിട്ടുണ്ട്. കുട്ടിയാനയെ പിടികൂടി ചികിത്സ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായി ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റാൻ ഉള്ള ശ്രമം അവിടെ നടക്കുകയാണ്. കയറും വലയും മറ്റും ഉപയോഗിച്ച് ആനയെ പിടികൂടിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. RRP സംഘം ഇപ്പോൾ ആ ചെറിയ ആനയെ പിടികൂടിയിട്ടുണ്ട്. ചികിത്സ നൽകുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അതിന് ഉള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, ഈ തിരുനെല്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനകൾ ഉള്ള പ്രദേശമാണ്, വനത്തോട് ചേർന്ന് കിടക്കുകയാണ്, കർണാടക അതിർത്തിയോട് ചേർന്നാണ്. ഒട്ടേറെ വിനോദസഞ്ചാരികൾ അതേസമയം തന്നെ തീർത്ഥാടകരൊക്കെ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. അവിടെ സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലയാണോ ഈ മന്ത്രിയുടെ വീടുൾപ്പെടെയുള്ള ആ ഭാഗമല്ല? തീർച്ചയായും സ്ഥിരമായി ആന ഇറങ്ങുന്ന മേഖലകൾ തന്നെയാണ് ഈ മന്ത്രിയുടെ വീടിനടുത്തൊക്കെ. കഴിഞ്ഞ വർഷം ഈ വേലൂർ മഗ്ന വന്നപ്പോൾ ഈ വഴിക്ക് അതും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഓവർകേട് MLA ആയിരുന്നു. അദ്ദേഹം നേരിട്ടാണ് പല കാര്യങ്ങളും വനംവകുപ്പിന് പറഞ്ഞു കൊടുത്തിരുന്നത്. ആനയുടെ പോകുന്ന വഴികൾ ഉൾപ്പെടെ അദ്ദേഹത്തിനടക്കം പ്രതിഷ്ഠമായിരുന്നു. ഈ പ്രദേശത്ത് ആനത്താര എങ്ങനെയാണ്, ഏത് ഭാഗത്താണ് ആനകൾ വെള്ളം കുടിക്കാൻ എത്തുന്നത് ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടത് ഞാൻ ഓർമ്മിക്കുകയാണ് ഈ സമയത്ത്. എന്തായാലും ഈ കുട്ടിയാനയെ അങ്ങോട്ട് ആ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരുക്കമാണ് നടത്തുന്നത്. ആ വാഹനം ഞാൻ പറഞ്ഞതുപോലെ ഈ മുറ്റത്തിന് അല്പം താഴെയുള്ള ബോട്ടിൽ നിർത്തിയിരിക്കുന്നു. അപ്പോൾ തള്ളി നേരെ ആ വാഹനം രണ്ട് മരക്കമ്പുകൾ ഉപയോഗിച്ച് ആനയെ സുരക്ഷിതമായി നിർത്താൻ വേണ്ടിയുള്ള സംവിധാനം മരക്കൊമ്പുകൾ കയറുകൊണ്ട് കെട്ടി ഒരുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ആനയെ തള്ളി അങ്ങോട്ട് എത്തിക്കാനായിരിക്കും തോന്നുന്നു. കാരണം അതിനനുസരിച്ച് വാഹനം താഴത്തെ റോഡിലാണ് നിർത്തിയിരിക്കുന്നത്. നേരെ ആ വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് കയറാൻ പാകത്തിനാണ് നിർത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു, രാവിലെ കരച്ചിൽ കേട്ടിരുന്നു തള്ളയാനയുടെയും കുട്ടിയാനയുടെയും ഒക്കെ. ഈ കാട്ടിലെ ഒരു വ്യക്തിയാണ്, ഈ ആനക്കൂട്ടത്തിൽ നിന്ന് കുട്ടികൾ അല്പം മാറി നടന്നാൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു പതിവുണ്ട്. പലപ്പോഴും കാട്ടിനകത്ത് നിന്ന് ഈ ആനക്കുട്ടിയുടെ ചേട്ടനൊക്കെ കിട്ടുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയാറുണ്ട് അത് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. ഒരുപക്ഷെ പിന്നെ വലിയ ആനകൾ കടുവയെ വിരട്ടി ഓടിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് പതിവാണ്. പരിക്കേൽക്കുന്നതും ആനക്കുട്ടിയുടെ കടുവ കൊന്നതും കാട്ടിനകത്ത് പതിവാണ്. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനിടയിലാണ് ഈ ആനക്കുട്ടി കൂട്ടം തെറ്റി നാട്ടിലെത്തിയത്. ഒരുപക്ഷെ ആക്രമിക്കാൻ വന്നപ്പോഴേക്കും വലിയ ആനകൾ കടുവയെ ഭയപ്പെടുത്തി ഓടിച്ചിട്ടുണ്ടാകും. അങ്ങനെ ആകാം ഈ ആനക്കുട്ടിക്ക് കാലിനും തുമ്പിക്കേക്കും പരിക്കേറ്റത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഓടുന്നതിനിടയ്ക്ക് പരിക്കേറ്റതാകാം കടുവയുടെ ആക്രമണത്തിനിടെ. അതൊക്കെ പരിശോധനയ്ക്ക് ശേഷമാണ് കടുവയുടെ ബൈറ്റാണോ അല്ലെങ്കിൽ അടിയേറ്റതാണോ എന്നൊക്കെ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കടുവ ഇതിൽ ഒരു കഥാപാത്രമാണ്. കടുവയുടെ ആക്രമണത്തിനിടെയാണ് ആനക്കുട്ടി ഓടിയത് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആനക്കുട്ടിയെ ഉപയോഗിച്ച് തള്ളി കാട്ടിലേക്ക് കയറ്റാൻ ആ വഴിയൊക്കെ ഒരുക്കുകയാണ്. നമ്മളെയൊക്കെ മാറ്റി നിർത്തി, ആളുകളെയൊക്കെ മാറ്റി നിർത്തി. കുറച്ചു ദൂരമേ ഉള്ളൂ. ആ മുറ്റത്തിന്റെ ഒരു വശത്താണ് ആനക്കുട്ടി, ഗേറ്റിൽ നിന്നാണ് വാഹനമുള്ളത്. ആ മുറ്റത്തുകൂടെ അത്രയും ദൂരം കൊണ്ടുപോയി ആ വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് അതിനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു. ആനയെ തള്ളി വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വഴിയൊരുക്കുകയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ അതിനെ വാഹനത്തിലേക്ക് കയറ്റും. ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രതീഷ്, തൽക്കാലം തോൽപ്പെട്ടി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ഓഫീസർ റേഞ്ച് ഓഫീസിലേക്കാണ് കൊണ്ടുപോവുക. മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. അത് പരിക്കിന്റെ ഒരു സ്വഭാവമൊക്കെ നോക്കി ഇവിടെ നിന്ന് ചികിത്സ നൽകാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും ദൂരം വാഹനത്തിൽ കൊണ്ടുപോകില്ല. ഏറ്റവും അടുത്തുള്ള വനംവകുപ്പ് ഓഫീസിൽ, തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിൽ എത്തിച്ചായിരിക്കും പ്രാഥമികമായി ചികിത്സ നൽകുക. അതിനുശേഷമായിരിക്കും തുടർ നടപടിയും തീരുമാനിക്കുക. എന്തായാലും വനംവകുപ്പിന്റെ പരിചയസമ്പന്നനായ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻ ദാസാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇരിട്ടിയിൽ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയതും ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം കുറെ കാലമായി ഈ ദൗത്യ സംഘത്തിനൊപ്പമുള്ള ആളാണ്. അദ്ദേഹമാണ് ഈ ദൗത്യത്തിനും നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ കുട്ടിയാനയെ ഏതാണ്ട് പകുതി വഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി വാഹനത്തിന് അടുത്തേക്ക് എത്തിക്കണം. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ
കൃത്യമായി അതിനെ കൊണ്ടുവരികയാണ്. വടം ഉപയോഗിച്ചും ആളുകൾ ചുറ്റും നിന്നുമൊക്കെ സുരക്ഷിതമായി ഈ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ആ വാഹനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മരക്കമ്പുകൾ വെച്ച് ആനയ്ക്ക് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കാരണം അതിന്റെ ആ സൈഡ് അതിലുള്ള തട്ട് മാത്രമായാൽ ഒരുപക്ഷെ ആന ഇളകാനോ വീഴാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് 2 മരത്തടികൾ സൈഡിൽ വെച്ച് കെട്ടി വളരെ പെട്ടെന്ന് തന്നെ അത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിൽ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. ഈ RRT സംഘങ്ങളാണെങ്കിലും ബത്തേരി ദൗത്യ സംഘമാണെങ്കിലും ഇവർക്ക് ഇതൊക്കെ വളരെ പരിചിതമായ കാര്യങ്ങളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടിയെത്തുന്നത് ഈ ഡോക്ടർ രാജേഷിന്റെ ഒക്കെ ടീമാണ്. അരുൺ സക്രിയും അജേഷും ഉൾപ്പെടുന്ന ആ സംഘമാണ് കേരളത്തിലെ ഇത്തരം ഓപ്പറേഷനുകളിലൊക്കെ നമ്മൾ കാണാറുള്ളത്. അവർ വളരെ പരിചയസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു ദൗത്യമാണ്. കുട്ടിയാന ആയതുകൊണ്ട് തന്നെ മയക്കുവെടിയും അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. ഈ ആനക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അതിന്റെ പരിക്ക് ഭേദമാക്കുക, അതിനെ സുരക്ഷിതമാക്കുക എന്നതിനാണ് ഏറ്റവും മുൻഗണന. അതിനുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് നടത്തുന്നത്. ഇപ്പോഴിതാ വാഹനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയ ശ്രമമൊന്നും ഉണ്ടായില്ല. അവർ കൃത്യമായി ആ കയറൊക്കെ കെട്ടി അതിനെ ഇപ്പോൾ വനംവകുപ്പിന്റെ പിക്കപ്പ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. സുരക്ഷിതമായി ഇനി ഏറ്റവും അടുത്ത വനംവകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ചികിത്സ നൽകുകയാണ് ലക്ഷ്യം. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ മുള്ളൻകൊല്ലിയിലെ ഒരു വീട്ടുമുറ്റത്ത് നിന്ന് ആണ് ആനയെ പിടികൂടിയത്. ആന കാപ്പിത്തോട്ടത്തിലായിരുന്നു ഞാനിവിടെ എത്തുമ്പോൾ. അവിടെ നിന്ന് അവർ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടി റോഡ് മറികടന്ന് റോഡ് മുറിച്ചു കടന്ന് ഈ മുറ്റത്തേക്ക് കയറുകയായിരുന്നു. അവിടെ വെച്ചാണ് RRT സംഘം ആനക്കുട്ടിയെ കീഴ്പ്പെടുത്തിയത്. അതിന് അപകടമൊന്നും പറ്റാത്ത രീതിയിൽ വലയും വടങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആനക്കുട്ടിയെ കീഴ്പ്പെടുത്തി ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനി അതിനെ സുരക്ഷിതമായി വനംവകുപ്പിന്റെ ഓഫീസിൽ എത്തിക്കുക, ചികിത്സ നൽകുക എന്നുള്ളതാണ്. എന്തായാലും വളരെ കൃത്യമായി തന്നെ ദൗത്യത്തിന്റെ ആദ്യഘട്ടം RRT സംഘം വനംവകുപ്പ് ദൗത്യ സംഘം പൂർത്തീകരിച്ചിരിക്കുന്നു. ആനക്കുട്ടിയെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ആളുകളുടെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ഇനി നേരത്തെ രതീഷ് ചോദിച്ചതുപോലെ ഈ ആന സംഘം ഈ ആനക്കൂട്ടം അടുത്തെവിടെങ്കിലും വന്ന് ഈ കുട്ടിയെ അന്വേഷിച്ച് നാട്ടിലിറങ്ങുമോ എന്നൊക്കെയുള്ള ഭീതിയുണ്ടാകും. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കാട്ടാനകൾ അത്ര അപരിചിതമല്ല. ആനകൾ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത് സാധാരണയാണ്. ഒരുപക്ഷെ വലിയൊരു വന്യജീവികൾ സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയായതുകൊണ്ട് തന്നെ ആളുകൾ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാറില്ല. ആനകളൊക്കെ വരുമ്പോൾ നാട്ടുകാർ തന്നെ അതിനനുസരിച്ച് ഒക്കെ പെരുമാറുന്ന പ്രദേശമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ ഈ പേരൂർ മഗ്നിയുടെ സമയത്ത് ഇവിടുത്തെ ആളുകളൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കിത് പരിചയമാണ്, ഞങ്ങൾക്കറിയാം, ഇതിലെ അത് പോയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കുട്ടിയാനയെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന്റെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്നായിരിക്കും പരിശോധനയൊക്കെ നടത്തുക. എന്തായാലും ഈ പ്രദേശവാസികൾ രാവിലെ മുതലുള്ള ഒരു ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ആനക്കുട്ടിയെ സുരക്ഷിതമായി വനം വകുപ്പ് വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. ഇത് തിരുനെല്ലി പഞ്ചായത്തിലെ മുള്ളൻകൊല്ലി എന്ന സ്ഥലമാണ്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി അല്ല, തിരുനെല്ലി പഞ്ചായത്തിൽ മുള്ളൻകൊല്ലി എന്നൊരു മേഖലയുണ്ട്. മന്ത്രി OR കേളുവിന്റെ നാടാണ്. പനവല്ലി, മുള്ളൻകൊല്ലി ആ പ്രദേശങ്ങൾ അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. കാട്ടിക്കുളം ടൗണിൽ നിന്ന് അധികം അകലെയല്ല ഈ പ്രദേശങ്ങൾ. അവിടെ പക്ഷേ വനത്തോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശമാണ്. അങ്ങനെയാണ് ഈ ആനക്കുട്ടി കൂട്ടം തെറ്റി നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. കടുവ ആക്രമിക്കാൻ വന്നപ്പോഴാണ് അങ്ങനെ രക്ഷപ്പെട്ട് ഓടിയതാണ് എന്ന് രാവിലെ തന്നെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പനവല്ലിയിൽ കടുവയും വലിയ പ്രശ്നമായിരുന്നു. കടുവയെ 2 തവണയാണ് ഇവിടെ നിന്ന് കടുവയെ കൂടുവെച്ച് പിടികൂടിയത്. ഒരു തവണ പിടികൂടി കർണാടക അതിർത്തിയിൽ കൊണ്ടുവിട്ടു. ആ കടുവ വീണ്ടും തിരിച്ചെത്തി. 2ാമത്തെ തവണ പിടികൂടി മുത്തങ്ങയിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അന്ന് ദിവസങ്ങളോളം ഈ പനവല്ലി വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ്. പനവല്ലിക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ് മുള്ളൻകൊല്ലി. അവിടെയാണിപ്പോൾ കുട്ടിയാനയെ ഇത്തരത്തിൽ നാട്ടിൽ നിന്ന് പിടികൂടി സുരക്ഷിതമായി കൊണ്ടുപോകുന്നത്, ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആനയെ ആ പിക്കപ്പിൽ സുരക്ഷിതമായി പടമൊക്കെ ഉപയോഗിച്ച് ബന്ധിക്കുന്ന കാര്യങ്ങളാണ് നടന്നു വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബത്തേരിയിലെ ദൗത്യ സംഘത്തിലെ അംഗങ്ങളാണ്. ബയോളജിസ്റ്റുകളും അതുപോലെ ഡോക്ടറും ഒക്കെ ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ ആളുകളാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത്. ആനയെ സുരക്ഷിതമായി തോൽപ്പെട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. വാഹനത്തിൽ കയറ്റി വാഹനം പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതിനുശേഷം ചിലപ്പോൾ ആനയുടെ പ്രായത്തിനും ആരോഗ്യത്തിനൊക്കെ അനുസരിച്ച് സെഡേഷൻ നൽകിയൊക്കെ ആയിരിക്കും ചികിത്സാ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നമുക്കൊരു പ്രതികരണമൊന്നും ഈ തിരക്കിനിടയിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ അത്തരത്തിലൊക്കെ ആയിരിക്കും ചികിത്സ. എന്തായാലും ഗുരുതരമായ പരിക്കൊന്നും ഈ കുട്ടിയാനയ്ക്കില്ല എന്നുള്ളതാണ്. കാലിനും തുമ്പിക്കൈക്കും മുറിവുകളാണ് ഉള്ളത്. അത് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് നമുക്ക് ഇപ്പോൾ നൽകാവുന്ന വിവരം. എന്തായാലും ആനയെ വാഹനത്തിൽ കയറ്റി കഴിഞ്ഞു. ഇനി സുരക്ഷിതമായി കൊണ്ടുപോവുക എന്നുള്ളതാണ്. വലിയൊരു ജനക്കൂട്ടം എന്നൊന്നും പറയാനില്ല. പക്ഷെ പ്രദേശത്തെ ആളുകൾ, അത്യാവശ്യം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ്. അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ആളുകളൊക്കെ തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങനെ അത് ഏതെങ്കിലും രീതിയിൽ നിയന്ത്രിക്കാനാകാത്ത രീതിയിലുള്ള ജനക്കൂട്ടമോ അത്തരത്തിൽ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആളുകളുടെ സാന്നിധ്യമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ശാന്തരായി ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ
ഓപ്പറേഷൻ നോക്കി നിൽക്കുകയാണ്, എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആനയെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റും ഈ കുട്ടിയാനെ. തത്സമയ ദൃശ്യങ്ങളാണ് തിരുനെല്ലിയിൽ നിന്ന്, മുള്ളൻകൊല്ലിയിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ കമലാണ് അവിടെ നിന്ന് വിശദമായി തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണുന്ന ദൃശ്യം അത് രാവിലെ ആന ഇറങ്ങിയതിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങളാണ്. നാട്ടുവഴിയിലൂടെ ആന ഇറങ്ങി വരികയായിരുന്നു. ഒരു വനത്തിന്റെ വശത്ത് നിന്ന് ഒരു വീടിന്റെ പരിസരത്ത് കൂടിയാണ് ആന വന്നത്. പിന്നീട് ആ നാട്ടുവഴിയിലൂടെയൊക്കെ അത് പോയി ആളുകളെ കാണുമ്പോൾ അത് മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. പിന്നാലെ വനംവകുപ്പ് സംഘമെത്തി, RRT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. പിന്നാലെ ആന ഓടി മറ്റൊരു വീടിന്റെ പരിസരത്തേക്ക് കയറുകയായിരുന്നു, വീട്ടുമുറ്റത്തിന് സൈഡിലേക്ക് കയറുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ആനയെ പിടികൂടിയിരിക്കുന്നത്. കുട്ടിയാന ആയതുകൊണ്ട് വലിയ ദുഷ്കരമായൊരു ദൗത്യമായിരുന്നില്ല ഈ വനം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. കമൽ പറഞ്ഞ പോലെ സ്ഥിരമായി ആന ഇറങ്ങുന്ന പ്രദേശമാണ്. അവിടുത്തെ ആളുകൾക്കുമൊക്കെ വന്യജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ പ്രായോഗികമായ അറിവും ധാരണയും ഒക്കെ ഉണ്ട്. അവിടുത്തെ ഫോറസ്റ്റ് സംഘത്തിനും ഒട്ടേറെ ദൗത്യങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ്. അവർക്കും അതേക്കുറിച്ച് വലിയ ധാരണയുണ്ട്. ആനയ്ക്ക് പരിക്കുണ്ട്, അതിനെ ഇപ്പോൾ കൊണ്ടുപോയി പരിശോധിച്ച് മറ്റ് ചികിത്സകൾ അനിവാര്യമെങ്കിൽ അത് നൽകും. അതിനുവേണ്ടി വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. കടുവയുടെ ആക്രമണത്തിൽ നാട്ടിലേക്ക് എത്തിയതാണ് എന്നാണ് അവിടെ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നത്. കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, വാഹനം നീങ്ങുകയാണോ? വാഹനം തിരിക്കുകയാണ്. അവിടെ മുറ്റത്തേക്കുള്ള വഴിയിലേക്ക് കയറ്റി നിർത്തിയാണ് ഈ ആനക്കുട്ടിയെ കയറ്റിയത്. അതൊക്കെ വളരെ പ്രായോഗികമായി പെട്ടെന്ന് തന്നെ വാഹനം കൃത്യസ്ഥലത്ത് നിർത്തുന്നു, വാഹനത്തിൽ റാമ്പ് ഒരുക്കുന്നു, കൃത്യമായ ആനയെ വടം കെട്ടി അതിലേക്ക് കയറ്റുന്നു. വളരെ കൃത്യമായ ഓപ്പറേഷനാണ്. എവിടെയും ഒരു പാളിച്ചകളില്ല, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല, ആരും അതിന്റെ ഇടയിലൊന്നും ആളുകളൊന്നുമില്ല. എല്ലാം കൃത്യമായി വാഹനത്തിൽ കയറ്റി ആനയെ ഇപ്പോൾ തോൽപ്പെട്ടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആനയെ തോൽപ്പെട്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഇനി അല്പസമയത്തിനകം വനം ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വളരെ വേഗത്തിൽ, വളരെ സിസ്റ്റമാറ്റിക്കായി അവിടെ കാര്യങ്ങളെല്ലാം വനം ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ RRT ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആനയെ അവിടെ നിന്ന് തോൽപ്പെട്ടിയിലേക്ക് മാറ്റാനുള്ള പ്രക്രിയ നടന്നു. ഇനി ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതുണ്ട്. എപ്പോഴാണ് കൂട്ടത്തോടൊപ്പം വിടുക, എപ്പോഴാണ് കാട് കയറ്റുക എന്നുള്ളതാണ് നമുക്കിനി അറിയാനുള്ളത്. കമൽ തുടരുന്നുണ്ട്. കമൽ, അത്യാവശ്യം ആരോഗ്യമുള്ള ആനയാണ്. ചെറിയ ആനയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ആനയാണ്. ഈ പരിക്ക് പ്രാഥമികമായി ഗൗരവമുള്ളതല്ല എന്ന് തന്നെയാണോ ആ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ പിന്നീട്? അത്തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പരിക്ക്, കാലിനും തുമ്പിക്കൈക്കുമുള്ള പരിക്ക് ഒഴിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉള്ളതായി ഒന്നും ഡോക്ടർമാർ പറയുന്നില്ല. ഈ പെട്ടെന്നുണ്ടായ ആക്രമണത്തിലുള്ള പരിക്കാണ്. അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. കുട്ടിയാനയാണെങ്കിലും അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ശക്തി അതിനുണ്ടാകുമെന്ന് നമുക്കറിയാലോ. അതിനെ കീഴ്പ്പെടുത്താൻ അത്രയും ശ്രമം വേണ്ടി വന്നു. അത്രയും ആളുകൾ കയറും വലയും ഒക്കെ ഉപയോഗിച്ച് പിടിച്ചു നിർത്തുകയായിരുന്നു. പിന്നീട് കൃത്യമായി ബന്ധിച്ച് ആ കയറിലൂടെ വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. എന്തായാലും ആളുകളുടെ ആശങ്ക ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഏകദേശം നല്ലൊരു കുഞ്ഞാനയാണ്. ഇതുവരെ ഇങ്ങനെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ആനശല്യം ഉണ്ടായിട്ടില്ല. ഈ തോട്ടം വനത്തിന് അടുത്തൊക്കെ ആന അടുത്താണ്. ഇവിടുന്ന് അര കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ആണ്. പിന്നെ ആന ഇതുവരെ ഈ പ്രദേശത്തേക്കൊന്നും വന്നിട്ടില്ല. ഈ ജനവാസ മേഖലയിലേക്ക് അങ്ങനെ വരാറില്ല. കടുവയുടെ ആക്രമണത്തിൽ പോയതാണത്, വന്നു പോയതാണ്. കടുവ ഓടിച്ച് പറമ്പിലേക്ക് കയറ്റിയതാണ്. ബാക്കി ആനകൾ കൊല്ലി തന്നെ ഉണ്ട്. രാത്രി കൊല്ലി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് ചിലപ്പോൾ കയറി വന്നേക്കാം. ജനങ്ങളെല്ലാം ഒരു എന്താ പറയാ, ഒരു പേടി ഭയത്തിലാണ്. വനംവകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ, രാത്രി കാലങ്ങൾ എന്തായാലും എത്തും. കൊല്ലിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും കരഞ്ഞോണ്ട് കൊല്ലിയിൽ എപ്പോഴും വെള്ളം കുടിക്കാം. പിന്നെ അവിടെ നല്ലൊരു തണുപ്പുള്ളൊരു പ്രദേശമാണത്. സ്വാഭാവികമായിട്ട് അവിടെ വരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് ചിലപ്പം രാത്രി കയറി വരാൻ സാധ്യത കൂടുതലുണ്ട്. അതാണ് രതീഷ്. ആനക്കൂട്ടം ഈ തൊട്ടടുത്ത പ്രദേശത്ത്, ഈ വീടുകളുള്ള സ്ഥലത്ത് വരാറില്ല. പക്ഷേ ഈ തൊട്ടടുത്തൊരു കൊല്ലിയുണ്ട് വനത്തോട് ചേർന്ന്. എപ്പോഴും തണുപ്പുള്ള വെള്ളമുള്ള സ്ഥലമാണ്. അവിടെ വെള്ളം കുടിക്കാൻ ഉച്ച സമയത്തൊക്കെ വരാറുണ്ട്. രാത്രിയിൽ ഒരുപക്ഷെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പട്രോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് രാത്രി കൃത്യമായ നിരീക്ഷണം നടത്താമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്.